കണ്ടംപ്ലേറ്റ് വാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കാണുന്നത് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന ബുക്കിലാണ്. നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാവുന്നതിനെ കുറിച്ചുമാണ് ഈ ബുക്കിൽ പറയുന്നത്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടംപ്ലേറ്റ് വാക്കിംഗ് ആണ്. നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് എത്തുന്ന ചിന്ത മുഴുവൻ ആ പ്രശ്നങ്ങളെ കുറിച്ചാവാം. അതൊരുപക്ഷെ ചെയ്തു തീരാത്ത ജോലികളെ കുറിച്ചാവാം, നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങളെ കുറിച്ചോ സൗഹൃദങ്ങളെ കുറിച്ചോ ആവാം, വരാനിരിക്കുന്ന പരീക്ഷകളെ കുറിച്ചാവാം, അങ്ങനെ എന്തും ആവാം. നിങ്ങൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ നടക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ചോദ്യം. ഹൗ പ്രസന്റ് ആർ യു വെൻ യു ഗോ ഫോർ എ വാക്ക്? ചുറ്റും നടക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാറുണ്ടോ? മേഘങ്ങളെ, കിളികളെ, കാറ്റിന്റെ ചെറിയ സ്പർശനത്തെ, കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ ഇന്നും തോരാതെ നിൽക്കുന്ന മരങ്ങളെ. 90% മനുഷ്യർക്കും ഇത് സാധിക്കാറില്ല. അവിടെയാണ് കണ്ടംപ്ലേറ്റ് വാക്കിംഗ് എന്നത് ശീലമാക്കേണ്ടത്. അടുത്ത വട്ടം നടക്കാൻ ഇറങ്ങുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകളെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാഴ്ചകളുടെ കൗതുകത്തോടെ നോക്കിക്കാണാൻ ശ്രമിക്കുക. കേൾക്കുന്ന ശബ്ദങ്ങളെ ആദ്യമായി കേൾക്കുന്ന ഭംഗിയോടെ കേൾക്കാൻ ശ്രമിക്കുക. വഴിവക്കത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധത്തെ ഇന്നോളം ആസ്വദിക്കാത്ത രീതിയിൽ ആസ്വദിക്കാൻ ശ്രമിക്കുക. വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഇന്ന് നടക്കുന്ന വഴിയുടെ ഭംഗി നോക്കുക. ലിവ് ഇൻ ദി മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. കണ്ടംപ്ലേറ്റ് വാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ?